എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരുപാട് കൺസെപ്റ്റുകൾ ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ടു ഏതുവരെ എത്തിയപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വരെ എത്തി. ഇത്രയും കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ് നോക്കാം. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. കാരണം ഒരുപാട് ഫീൽഡിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. Cloud service providers provide various applications in the field of art, business, data storage, backup service, education, entertainment, management, social networking, etc. അപ്പോൾ നമുക്ക് ഓരോ ഫീൽഡും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, അതായത് ഏതൊക്കെ ഫീൽഡിലാണ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഒന്ന് ആർട്ട് ഫീൽഡാണ്, പിന്നെ ബിസിനസ് ഉണ്ട്, പിന്നെ ഡാറ്റ സ്റ്റോറേജിൻ്റെ കേസിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ബാക്കപ്പ് സർവീസുകൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ ഫീൽഡ്, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ്, പിന്നെ മാനേജ്മെൻറ്റ്, ബിസിനസ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ, സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ, അങ്ങനെ എക്സെട്ര ഒരുപാട് ഫീൽഡിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഫീൽഡും ജസ്റ്റ് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആർട്ട്, ബിസിനസ്, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ്, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, മാനേജ്മെൻറ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അങ്ങനെ ഇത്രയും ഫീൽഡുകൾ, അതായത് മിനിമം ലെവലിൽ നമുക്ക് ഇത്രയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ഒരുപാട് വൈഡായിട്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആർട്ട് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് വേരിയസ് ആർട്ട് ആപ്ലിക്കേഷൻസ് ഫോർ ക്വിക്ക് ആൻഡ് ഈസി ഡിസൈൻ ഫോർ അട്രാക്റ്റീവ് കാർഡ്സ്, ബുക്ക്ലെറ്റ്സ്, ഇമേജസ്. അതായത് നമുക്ക് എന്ത് ഡിസൈൻ ചെയ്യാനാണെങ്കിലും ശരി, അത് ഏറ്റവും ഈസി ആയിട്ടും ക്വിക്കായിട്ടും ഡിസൈൻ ചെയ്യാൻ ഇത്തരം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആവട്ടെ, ബുക്ക്ലെറ്റ്സ് ആവട്ടെ, ഇമേജസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, ഓഡിഷൻ ആവട്ടെ, എനിത്തിങ് നമുക്ക് ഓരോ ടൈപ്പും ഓരോ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് മൂവ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൗഡ് ആർട്ട് ആപ്ലിക്കേഷൻ. മൂവ് ആണ് ഒരു ബെസ്റ്റ് ക്ലൗഡ് ആർട്ട് ആപ്ലിക്കേഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസൈനിങ് ആൻഡ് പ്രിൻറ്റിങ് ബിസിനസ് കാർഡ്, പോസ്റ്റ് കാർഡ് ആൻഡ് മിനി കാർഡ്. മെയിനായിട്ട് നമ്മൾ ബിസിനസ് കാർഡുകളും പോസ്റ്റ് കാർഡുകളും മിനി കാർഡുകളൊക്കെ ഡിസൈൻ ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനൊക്കെയാണ് ഈ ഐമൂവ് എന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ വിസ്റ്റാപ്രിൻറ്റ് പലരും കേട്ടിട്ടുണ്ടാവും. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ബിസിനസ് കാർഡുകൾ, പോസ്റ്റ് കാർഡുകൾ, ബുക്ക്ലെറ്റ്സ്, വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡുകൾ, ഇങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിസ്റ്റാപ്രിൻറ്റ് യൂസ് ചെയ്യുന്നത്. Vistaprint allows us to easily design various printed marketing products such as business card, etc. എന്തിനാണ് നമുക്ക് പല ടൈപ്പിലുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രൊഡക്ട്സുകൾ ഡിസൈൻ ചെയ്യാൻ, ഏറ്റവും ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ ഈ വിസ്റ്റാപ്രിൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പോയിൻ്റ് ചെയ്യുന്നതൊന്ന് ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കണം, പിന്നെ ഈസിലി ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പിന്നെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ബിസിനസ് കാർഡായാലും പോസ്റ്റ് കാർഡായാലും ബുക്ക്ലെറ്റ് ആയാലും വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ആയാലും ഒക്കെ ഈസി ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും ക്വിക്കായിട്ടും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഈ വിസ്റ്റാപ്രിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡാണ്. ഈ അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറഞ്ഞ് മെയിനായിട്ട് ഈ ആർട്ടിസ്റ്റുകൾ, ഫിലിം മേക്കേഴ്സ്, അതുപോലത്തെ ക്രിയേറ്റീവ് പ്രൊഫഷണൽസാണ് യൂസ് ചെയ്ത് വരുന്നത്. ഇതിനകത്തൊരു ആപ്സിൻ്റെ സ്യൂട്ട് തന്നെ ഉണ്ട്. അതിനകത്ത് ഫോട്ടോഷോപ്പ്, ഇമേജ് എഡിറ്റിംഗ് ഉണ്ട്, ഇല്ലുസ്ട്രേറ്റർ ഉണ്ട്, ഇൻഡിസൈൻ ഉണ്ട്, ടൈപ്പ് കിറ്റ് ഉണ്ട്, ഡ്രീം വീവർ ഉണ്ട്, XD, ഓഡീഷൻ, അങ്ങനെ ഒരുപാട് ഫീൽഡുകൾ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് നമുക്ക് ആപ്പുകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ്, അതായത് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് ഈസ് മെയ്ഡ് ഫോർ ഡിസൈനേഴ്സ്, ആർട്ടിസ്റ്റ്, ഫിലിം മേക്കേഴ്സ്, അതർ ക്രിയേറ്റീവ് പ്രൊഫഷണൽസ്. അതായത് ഈ ക്രിയേറ്റീവ് പ്രൊഫഷണൽസിന് ഏറ്റവും സ്യൂട്ടായിട്ടും ഏറ്റവും അട്രാക്റ്റീവായിട്ടും ഈസി ആയിട്ടും ക്വിക്കായിട്ടും അവരുടെ ആ ഫീൽഡിലുള്ള ക്രിയേഷൻസ് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ നമുക്ക് ഈ ഒരു അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് യൂസ് ചെയ്യാം. ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഫോട്ടോഷോപ്പ്, ഇമേജ് എഡിറ്റിംഗ്, പ്രോഗ്രാമിംഗ് ഉണ്ട്, ഇല്ലുസ്ട്രേറ്റർ ഉണ്ട്, ഇൻഡിസൈൻ ഉണ്ട്, ടൈപ്പ് കിറ്റ് ഉണ്ട്, ഡ്രീം വീവർ ഉണ്ട്, XD ഉണ്ട്, ഓഡീഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആർട്ട് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ഒരുപാട് ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്തുള്ള ഫസ്റ്റാണ് ആർട്ട് ആപ്ലിക്കേഷൻ. പിന്നെ നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് ആപ്ലിക്കേഷനാണ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ, എന്നാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്
അപ്ലിക്കേഷൻസാണ്. നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഓരോ ഇമ്പോർട്ടൻസും നമ്മൾ ഓരോ വീഡിയോയിലും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് യൂസേഴ്സ് വരുമ്പോൾ എങ്ങനെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാം, നമുക്കൊരു സെർവർ സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തടത്ത് നമ്മൾ ഇത്തരം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വിർച്വലൈസ്ഡ് ആയിട്ടുള്ള സെർവർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളതെല്ലാം മാനേജ് ചെയ്യാണ് ഇവിടെ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ചെയ്യുന്നത്. ഒരുപാട് ഫീൽഡുകളിൽ അവർക്ക് വേണ്ട സർവീസുകൾ ഈ ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത്രയും വൈഡായിട്ടാണ് ഇന്നത്തെ കാലത്ത് ഓരോ ഏരിയകളും ഡിസൈൻ ചെയ്യാനും പെർഫോം ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് ഫീൽഡിൽ നമ്മളിത് അപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ആർട്ട്, ബിസിനസ്, ഡാറ്റ സ്റ്റോറേജ്, ബാക്കപ്പ്, പിന്നെ എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, മാനേജ്മെൻറ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പുകളാണ് ഓരോ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, ആർട്ട് ആപ്ലിക്കേഷനാണ്. ആർട്ട് ആപ്ലിക്കേഷനിൽ എന്താ ഉണ്ടായിരുന്നത്, മൂവ് ആണ് ഫസ്റ്റ് ഉള്ളത്. അതിന് നമ്മൾ എന്ത് പറഞ്ഞു, ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ് എങ്ങനെയാണ് ആർട്ട് ആപ്ലിക്കേഷൻസിൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളതവിടെ യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഒന്ന് ക്വിക്കായിട്ടും ഈസി ആയിട്ടും നമുക്ക് അട്രാക്റ്റീവ് കാർഡ്സും ബുക്ക്ലെറ്റ്സും അതുപോലെ ഇമേജസൊക്കെ ഡിസൈൻ ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ ഈ ആർട്ട് ആപ്ലിക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് സബ്ബായിട്ട് വരുന്ന കൺസെപ്റ്റുകൾ, അതായത് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വരുന്ന എന്താണ്, മൂവ് ആണ്. മൂവ് എന്ന് പറഞ്ഞത് ഒരു ബെസ്റ്റ് ക്ലൗഡ് ആർട്ട് ആപ്ലിക്കേഷനാണ്. നമുക്ക് ബിസിനസ് കാർഡുകൾ, പോസ്റ്റ് കാർഡുകൾ, മിനി കാർഡുകൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, മൂവ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് വിസ്റ്റാപ്രിൻറ്റ്. വിസ്റ്റാപ്രിൻറ്റ് നമുക്ക് ഒരുപാട് കോമൺ ആയിട്ടുള്ള, വിസ്റ്റാപ്രിൻറ്റും അതുപോലെ എനിക്ക് തോന്നുന്നു അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡും കുറേ ഒന്നുകൂടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നത്. വിസ്റ്റാപ്രിൻറ്റ് മെയിനായിട്ട് നമുക്ക് ഒരുപാട് പ്രിൻറ്റഡ് മാർക്കറ്റിംഗ് പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെയാണ് വരുന്നത്, ബിസിനസ് കാർഡ്, പോസ്റ്റ് കാർഡ്, ബുക്ക്ലെറ്റ്സ്, വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും ബെസ്റ്റായിട്ടും അട്രാക്റ്റീവായിട്ടും ഡിസൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് വിസ്റ്റാപ്രിൻറ്റ്. അപ്പോൾ ഒന്ന് മൂവ് ആണ്, പിന്നെ ഒന്ന് വിസ്റ്റാപ്രിൻറ്റ് ആണ്. പിന്നെ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡാണ്. ഇത് മെയിനായിട്ട് ആർട്ടിസ്റ്റുകൾ, ഫിലിം മേക്കേഴ്സ്, ഡിസൈനേഴ്സ് അതുപോലെയുള്ള ക്രിയേറ്റീവ് പ്രൊഫഷണൽസാണ് ഈ അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് ആപ്സിൻ്റെ ഒരു സ്യൂട്ട് തന്നെ ഉണ്ട്. ഫോട്ടോഷോപ്പ്, ഇമേജ് എഡിറ്റിംഗ് ഉണ്ട്, ഇല്ലുസ്ട്രേറ്റർ ഉണ്ട്, ഇൻഡിസൈൻ ഉണ്ട്, ടൈപ്പ് കിറ്റ് ഉണ്ട്, ഡ്രീം വീവർ ഉണ്ട്, എക്സ്ടി ഉണ്ട്, ഓഡിഷൻ ഉണ്ട്. ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ആപ്സ് ആണ് ഈ അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്, നമ്മളിപ്പോൾ ഏറ്റവും ചുരുക്കി 3 പറഞ്ഞുവെങ്കിലും ഇപ്പോൾ അതേപോലെ തന്നെ വിസ്റ്റാപ്രിൻറ്റ്, അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പറഞ്ഞാലും ഓരോന്നും അത്രയും വൈഡായിട്ടുള്ള ഏരിയകളിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആർട്ട് ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.